അമ്മ വിളിച്ചോടി കല്യാണം കഴിച്ചാണ്. വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ, ഒരു 1-2 കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെ വന്ന് എന്റെ 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ടാണ്. അച്ഛൻ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ആള് കുറച്ച് മദ്യപിക്കും, അതാണ് കുറച്ച് സീന്. കുടിച്ചു കഴിഞ്ഞാൽ മൂപ്പര് കുറച്ച് ദേഷ്യപ്പെടും, തല്ലും, അമ്മനിക്കിട്ട് അടിക്കും. അതൊക്കെ നമ്മള് നേരിട്ട് കാണുന്ന ഒരു കാഴ്ചയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു അമ്മ. ഒരു എന്താ പറയാ, ആ ഒരു ലൈഫിൽ നിന്ന് കുറച്ച് റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടി. അമ്മയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അച്ഛൻ കുടിച്ചു വന്നു കഴിഞ്ഞാൽ അടിയാ, നല്ല അടി അടിക്കും. അടി പറഞ്ഞാൽ ആ അടി കൊണ്ടൊന്നും നമ്മൾ താങ്ങൂല. ഇപ്പോൾ അമ്മയാണെന്നോ മകനാണെന്നോ ഒന്നും നോക്കില്ല അച്ഛൻ, അങ്ങനെ അടിക്കും. പക്ഷെ ആള് തിന്നാനും കുടിക്കാനൊക്കെ വാങ്ങിത്തരും, പൊള്ള നിറയെ തിന്നാൻ വാങ്ങിത്തരും. എന്നിട്ട് തിന്നു കഴിഞ്ഞാൽ പിന്നെ അടിയാ. കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാത്ത പക്ഷം അച്ഛൻ ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്നേഹമൊക്കെയാണ്. പിന്നെ അമ്മ നന്നായി കഷ്ടപ്പെട്ടു, ശരിക്കും പറയാ. അമ്മ നന്നായി കഷ്ടപ്പെട്ടു, അടിയൊക്കെ കൊണ്ട് അമ്മ ഇങ്ങനെ പതഞ്ഞ് നടക്കുന്നു. അതായത് എന്റെ ലൈഫിൽ നിന്ന് ശരിക്കും എന്റെ അമ്മ മിസ്സാകാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ അസ്മാരത്തിനൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ തല്ലിയിട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് അമ്മ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ പോയ സമയത്ത് അമ്മ അന്ന് ഗർഭിണിയായിരുന്നു. അപ്പോൾ എനിക്കൊരു അനിയത്തി കൊച്ച് ഉണ്ടായിരുന്ന ചാൻസ് ഉണ്ടായിരുന്നു. അന്നത് എനിക്ക് എൻ്റെ നിന്ന് ശരിക്കും പറഞ്ഞാൽ മിസ്സായി. എന്താ പറഞ്ഞാൽ ഇപ്പൊ ശരിക്കും ഞാൻ പറയടിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ എനിക്കൊരു പെങ്ങള് മറ്റുള്ളവർ കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരിതാണ്. എന്താ പറഞ്ഞാൽ ഏതെങ്കിലും പെങ്ങന്മാരിനെ കാണുമ്പോൾ, വേറെ ആരും കളിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് എപ്പോഴും. എന്താ പറയാ, എനിക്കില്ലാലോ എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ അമ്മന്റെ ലൈഫ് അന്ന് ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ശരിയായി. ഇല്ല, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ സെറ്റായി. അന്നും ഞാൻ പറയുകയാണെങ്കിൽ അച്ഛൻ്റെ വീട്ടുകാര് അങ്ങനെ വലിയ സപ്പോർട്ടില്ല, എന്നാലും കുറച്ച് അമ്മമാര് സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ബേസിക്കലി അമ്മന്റെ വീട്ടുകാർ തന്നെയായിരുന്നു ഏകദേശം നല്ല സപ്പോർട്ട് ചെയ്തത്. അമ്മന്റെ വീട്ടുകാർ തന്നെയാണ്. അവര് തന്നെയാണ് അമ്മന്, ഇല്ലെങ്കിൽ മാമ്മമാരും കുറച്ച് പേര് അമ്മനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരത്തെ അങ്ങനെ അമ്മന്റെ വീട്ടിക്കൊന്നും അങ്ങനെ പോകാറില്ല. പിന്നെ അച്ഛൻ 2013 അങ്ങനെയായിട്ട് അച്ഛൻ ആക്സിഡന്റിലാണ് മരിച്ചത്.